നവകേരള സദസ്സിൽ ജില്ലാ കളക്ടർമാർ നടത്തിപ്പ് ചെലവ് കണ്ടെത്തണമെന്ന സർക്കാർ ഉത്തരവിന് ഹൈക്കോടതിയുടെ സ്റ്റേ. പത്തനംതിട്ട സ്വദേശി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. പണം സമാഹരിക്കുന്നതിനും കണക്കിൽപ്പെടുത്തുന്നതിനും മാർഗനിർദ്ദേശങ്ങളില്ലെന്ന കാരണത്താലാണ് സ്റ്റേ. ഇവരുമായി രേഷ്മ ബാബു ചിരിയാണ്. രേഷ്മ, സ്റ്റേയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? കേരള സദസ്സിന്റെ നടത്തിപ്പ് ചെലവിനായിട്ട് പരസ്യത്തിലൂടെയും മറ്റും ജില്ലാ കളക്ടർമാർ പണം സമാഹരിക്കണമെന്ന് ഇക്കഴിഞ്ഞ ഒക്ടോബർ 27-നാണ് സർക്കാർ ഉത്തരവിറങ്ങിയത്. ഈ ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നത്. പണം സമാഹരിക്കുന്നതിനും ഒപ്പം തന്നെ കണക്കിൽപ്പെടുത്തുന്നതിനും കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇല്ലെന്ന് കോടതി കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഈ പ്രസ്തുത ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ സർക്കാർ നാളെ ഹൈക്കോടതി മുൻപാകെ മറുപടി നൽകും. പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ജോളിമോൻ കാലായിലാണ് നേരത്തെ, അതായത് കഴിഞ്ഞ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഫയൽ ചെയ്തത്. നവകേരള സദസ്സിനായിട്ട് ജില്ലാ കളക്ടർമാർ നടത്തിപ്പ് ചെലവ് സമാഹരിക്കണമെന്ന സർക്കാരിന്റെ ഉത്തരവ് അത് അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ഒപ്പം തന്നെ ഈ IAS ഉദ്യോഗസ്ഥരും സർക്കാർ ജീവനക്കാരും ഇത്തരത്തിൽ നവകേരള സദസ്സിന്റെ ഭാഗമാകുന്നതും സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും അത് തടയണമെന്നുമുള്ള ആവശ്യം ഹർജിക്കാരൻ ഹൈക്കോടതി മുൻപാകെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഉത്തരവിന്റെ അടിസ്ഥാനം, അതായത് മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കാതെയുള്ള ഉത്തരവാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. രേഷ്മയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.